ജോഷി ഈ പ്രോഗ്രാം കാണാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, ഞാൻ കാണാറുണ്ട്. ഞാൻ ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം ഒരു സരസമായിട്ട് അധികം ബഹളങ്ങളില്ലാതെ പോകുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇതിന്റെ ഒരു ഐഡിയ, ഇതിന്റെ അത് സൂപ്പറാണ്. അത് അതിന്റെ ക്രെഡിറ്റ് ഇതിന്റെ പ്രൊഡ്യൂസർ ചഞ്ചിത്തിന് മാത്രമാണ്. തീർച്ചയായിട്ടും അതിന്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഒരു ഓൺലൈൻ. ഞാന് കേട്ടൊരു സത്യം ഞാൻ ചോദിക്കുകയാണ്, സത്യമാണോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. പറഞ്ഞോ. ഇതിനൊക്കെ നിങ്ങൾ ഈ കലാരംഗത്ത് വരുന്നതിന് മുമ്പ് പുട്ട് കച്ചവടമായിരുന്നെന്ന് കേട്ട്. അതും ഓണത്തിന് മാത്രമേ ഉള്ളൂ എന്ന് കേട്ടു. ഓണത്തിനാക്കിയുള്ള പുട്ട് കച്ചവടം. അതെന്താണ് അതിന്റെ ഒരു സംഭവം? അതിന്റെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ കലാഭവനിലൂടെയാണ് ഞാൻ മിമിക്രിയിലേക്ക് വരുന്നത്. അവിടെ നിന്നാണ് എന്നെ ഈ പുട്ട് കച്ചവടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അത് എന്നെ കണ്ടെത്തിയത് അന്ന് ഞങ്ങളുടെ എതിർ ടീമായിട്ടുള്ള ഹരിശ്രീ എന്ന് പറയുന്ന ട്രൂപ്പിലെ ഇന്ന് ഉമ്മൻചാണ്ടിയിലൊക്കെ ഫിഗർ ചെയ്യുന്ന രഘു കളമശ്ശേരിയാണ് എന്നെ കണ്ടെത്തിയത്. അത് കണ്ടെത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം ആദ്യം തുടങ്ങുന്നത് നാദിർഷിക്ക, അബി ആൻഡ് ദിലീപേട്ടൻ, ഇവർ 3 പേരും ചേർന്നാണ് തുടങ്ങുന്നത്. സൈമൺ ചേ നവോദയയുടെ കാസറ്റ്. അങ്ങനെ 3 വർഷം കഴിഞ്ഞപ്പോൾ ഇവർ സ്വന്തമായിട്ടൊരു കാസറ്റ് തുടങ്ങി. അതാണ് ദേമാവേലി കൊമ്പത്ത് എന്ന് പറയുന്ന കാസറ്റ്. അങ്ങനെ ഈ ദിലീപേട്ടൻ ദേമാവേലി കൊമ്പത്ത് ചെയ്തപ്പോൾ ഒരു നല്ലൊരു ഇന്നസെന്റ് അവിടേക്ക് പിന്നെ വന്നിട്ടില്ല. കാരണം ഏറ്റവും നന്നായിട്ട് ആ സമയത്ത് ഇന്നസെന്റിനെ അനുകരിക്കുന്നത് ദിലീപേട്ടനാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നത് ടിനി ടോം ചെയ്തിട്ടുണ്ട്, രമേശ് കുറുമശ്ശേരി ചേട്ടൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ജയ്മോൻ സേവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 7ാമത്തെ ഭാഗത്തിലാണ് ഞാനൊരു പുട്ട് കച്ചവടവുമായിട്ട് ഞാൻ വരുന്നത്. അത് ഞാൻ എൻ്റെ ഒരു ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഹരിശ്രീയുടെ പ്രോഗ്രാമുണ്ട്, അവരെന്നെ കണ്ടെത്തി. അങ്ങനെ എന്നെ വോയിസ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് അന്ന് ഉണ്ണിമേനോൻ സാറിൻ്റെ സ്റ്റുഡിയോ ഉണ്ട്, ആലാബ് സ്റ്റുഡിയോ. അവിടേക്കാണ് എന്നെ രാജകീയമായിട്ട് കൊണ്ടുപോകുന്നത്. അവിടുത്തെ റെക്കോർഡിസ്റ്റ് നമ്മുടെ ലാലേട്ടൻ. അപ്പോൾ എന്നെ കൊണ്ടുപോയി എന്നെ അവിടെ വോയിസ് ടെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ എന്നോടൊന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് അന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ആ ദിലീപേട്ടനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇന്നസെൻ്റ് ഏട്ടനുണ്ട്. എൻ്റെ അമ്മേ ഞാൻ വന്നു, അങ്ങനെ പറയുന്ന ഒരു സംഭവം ഞാൻ എടുത്തപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, സൈമാ ഇപ്രാവശ്യം നീ പൊളിക്കൂട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 7ാം ഭാഗം മുതലാണ് ഈ പുട്ട് കച്ചവടം തുടങ്ങുന്നത്. അങ്ങനെ ആ പുട്ട് കച്ചവടം 25 വർഷങ്ങൾ വരെ എത്തി. അതൊരു വലിയൊരു കൂട്ടായ്മയാണ് ആ സമയത്ത്. അതായത് അതിൽ പങ്കെടുത്തിരിക്കുന്ന, ഇന്ന് എനിക്ക് തോന്നുന്നത് അന്ന് പാരഡി പാട്ടുകളൊക്കെ അന്ന് പാടിയിരുന്നത് ഇന്നത്തെ നമ്മുടെ സിംഗറായിട്ടുള്ള പ്രദീപേട്ടനാണ് അന്ന് പാടിയിട്ടുള്ളത്. പ്രദീപ് പള്ളുരുത്തി, പിന്നെ സാജൻ പള്ളുരുത്തി, ഹരിശ്രീ മാർട്ടിൻ, അങ്ങനെ വലിയൊരു സ്ട്രോങ് ടീം. മാത്രമല്ല ഈ ഓണത്തിന് പുട്ട് കച്ചവടം എന്ന് പറയുന്നത് ഓണത്തിന്റെ ഒരു വിഭവമായിരുന്നു. തീർച്ചയായിട്ടും. കാരണം അന്ന് ഒന്നില്ലെങ്കിൽ ഓണം എന്ന് പറയുന്ന ഒന്നിൽ തരംഗണിയുടെ കാസറ്റ് വരണം, അല്ലെങ്കിൽ ചേട്ടന്റെ പോലത്തെ നല്ല നല്ല കാസറ്റുകൾ വേറെ വരണം. ആ സമയത്താണ് ഞങ്ങൾ വേറൊരു സ്പെഷ്യലായിട്ട് ഞങ്ങൾ പുട്ട് കച്ചവടവും ദേമാലുകുമ്പത്തൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നത്. പക്ഷെ അന്നൊരു എന്താ പറയാ, ഒരു ഊണൊക്കെ കഴിഞ്ഞ് ഒരു പുട്ട് കച്ചവടം കേൾക്കുക അല്ലെങ്കിൽ നല്ലൊരു പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് അന്നത്തെ ഒരു ആവശ്യ ഘടകമായിരുന്നു. എത്രയോ, അതായത് നമ്മൾ കാണാതെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു. കാരണം വെറും വോയിസ് മാത്രമല്ല നമ്മൾ ഇത് ചെയ്യുന്നത്. ആ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ട് കച്ചവടം ഉണ്ടാക്കാൻ, നമുക്കിപ്പോൾ ഒരു പുട്ടുണ്ടാക്കാൻ നിമിഷ നേരം മതി. പക്ഷെ അന്ന് ഈ പുട്ട് കച്ചവടം ഉണ്ടാക്കാനായിട്ട് ഒരു 1.5 മാസത്തെ എഫർട്ട് ഉണ്ട്. തീർച്ചയായിട്ടും. അതിന്റെ സ്ക്രിപ്റ്റ് അല്ലേ, എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുക. അത് 1 മാസം ഞങ്ങളെ സൈമൺ ചാരന്റെ വീട്ടിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്, അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കും ഞങ്ങൾ എല്ലാവരും. അവിടെ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് വിടില്ല. കാരണം എങ്ങനെയാണ് ഇപ്രാവശ്യം മാവേലി വരുന്നത് എന്നുള്ള ഭയങ്കര ഒരു ആൾക്കാർ എങ്ങനെയാ വരേണ്ടത്, ഇപ്രാവശ്യം എങ്ങനെയാ വരിക, അത് ഭയങ്കര ഒരു ജിജ്ഞാസയാണ് ആൾക്കാർക്ക്. അപ്പൊ അതൊക്കെ മൂടി പുതച്ചു വെച്ച് ഞങ്ങൾ ഒരു ഇറക്കം അങ്ങോട്ട് ഇറങ്ങും. ഒരു അത്തത്തിന്റെ അന്ന് ഞങ്ങൾ ഒരു പൊട്ടിക്കൽ അങ്ങോട്ട് പൊട്ടിക്കും. അതൊരു അത് ഇപ്പോഴും എല്ലാവരുടെ കയ്യിലും ഉള്ള ഒരു കാസറ്റാണ്. മേ ബി അതിപ്പോ CD ആയിട്ട് മാറ്റി, CD ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ യൂട്യൂബിലും ഇതൊക്കെ സെർച്ച് ചെയ്താൽ അത് നടക്കും. പിന്നെ അതിന്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്, ഈ പുട്ട് കച്ചവടം പണ്ട് നടത്തിയിരുന്ന ഇപ്പൊ ഞാൻ ഒരു പുട്ട് കച്ചവടത്തിന്റെ അല്ലെങ്കിൽ ഒരു പുട്ടിന്റെ ബ്രാൻഡ് അംബാസഡറാ. അത് ശരി. ഏത്? ജസ്റ്റ് പുട്ട് എന്ന് പറയും. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, പണ്ട് പുട്ട് കച്ചവടം നടത്തിയിരുന്ന ആളാ, ഇന്നിപ്പോ സ്വന്തമായിട്ട് പുട്ട് കച്ചവടം. എന്തായാലും ജോഷിക്ക് ഈ പുട്ടുമായിട്ട് വളരെ ബന്ധമുണ്ട്. അപ്പൊ ഇന്നസെന്റ് ഏട്ടന്റെ എന്താണ് ക്യാരക്ടർ ചെയ്തിട്ടാണല്ലോ പുട്ട് കച്ചവടം തുടങ്ങിയത്. അതെ. അപ്പോ എവിടാ സ്ഥലം? ഞാന് ഇരിഞ്ഞാലക്കുട ഞാൻ പറയാം. പക്ഷെ എന്റെ ശരിക്കുള്ള സ്ഥലപ്പേര് അതിപ്പോ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം മണിച്ചേട്ടൻ ഇരുന്ന് ആ സ്ഥലപ്പേരിനെ വളരെയധികം ഹിറ്റാക്കിയ ഒരാളാണ്. അപ്പൊ ഞാൻ എന്റെ നാട്ടുകാരോട് വളരെ സ്നേഹത്തോട് ഇപ്പോഴും പറയും, കോണോത്ത് കുന്നാണ് എന്റെ സ്ഥലം. ഓണത്തിലല്ല, പിന്നെ കോണത്തക്കുന്ന്.
കൊണാട്ട് ഹിൽ, ചിലപ്പോ കൗബീനഗിരി എന്നും പറയാം. കൗബീനഗിരി നല്ല സ്ഥലം കേട്ടോ. പക്ഷെ അത് മാറ്റണ്ട, ഞാൻ ചോദിച്ചിടത്ത് നിൽക്കട്ടെ. ഇരിഞ്ഞാലക്കുട പറയാം. അപ്പൊ ഇന്നസെന്റ് ഏട്ടനും ഇരിഞ്ഞാലക്കുട. അതെങ്ങനെ സംഭവിച്ചു? അത് മാത്രല്ല, ഇന്നസെന്റ് ഏട്ടൻ ജനിച്ചത് ഒരു ഫെബ്രുവരി 28-നാണ്. ഞാനും ജനിച്ചത് ഒരു ഫെബ്രുവരി 28-നാണ്. അപ്പൊ എന്റെ വീടിന്റെ താമസത്തിന് വന്ന ഏക വ്യക്തിയാണ് ഇന്നസെന്റ് ഏട്ടൻ. ഇന്നസെന്റ് ഏട്ടൻ അന്ന് വന്നിട്ട് പറഞ്ഞു, ഇവനൊരു വീട് വയ്ക്കാൻ എനിക്ക് കാശ് കൊടുക്കാൻ പറ്റിയില്ല, പക്ഷേ എന്റെ ശബ്ദമെടുത്ത് ഇവന് നല്ലൊരു വീട് വെച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ ചേട്ടനെ ഓർത്തിട്ടൊരു നല്ല സംഭവം, ചേട്ടനൊരു എന്താണ് ഡെഡിക്കേഷൻ കൊടുക്കും ചേട്ടന്റെ. നമുക്കൊരു ഈ പറയാം നേടാം, പണം നേടാം, ഇതിലേക്ക് ഇന്നസെന്റ് ഏട്ടൻ വരുന്നു. ഇപ്പൊ ഇന്നസെന്റ് അവിടെ ഇരിക്കുന്നു. എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു. ചേട്ടാ എന്തുകൊണ്ട്, സുഖമാണോ? നല്ല വിശേഷം. ഞാനിപ്പോ ഏകദേശം എനിക്ക് തോന്നുന്നത് ശ്രീകുട്ടനെ കണ്ടിട്ട് കുറെ നാളുകളായി. ശ്രീകുട്ടൻ അന്ന് ചില പാട്ടുകളൊക്കെ പാടാൻ വരുമ്പോ ഞാനന്ന് പറഞ്ഞ ഇവിടെ ആൾക്കാരൊക്കെ പല രീതിയിലെടുക്കും. ഈ പറയാം നേടാം, പണം നേടാം, എന്ത് രസമായിട്ടുള്ളൊരു വാക്കാണ്. എനിക്ക് തോന്നുന്നത് ശ്രീകുട്ടനെ പോലെയുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റൂ. കാരണം ചിരിക്കുട്ടെന്നൊരു പേര് ആദ്യമേ തന്നെ. അതിന് എനിക്കിങ്ങനെ ഇതിലൊരു ചെറിയൊരു പരിഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ആലീസിന് ഇതിലേക്ക് വിളിച്ചില്ലല്ലോ എന്നുള്ളൊരു കാരണം ഈ പരിപാടി കഴിഞ്ഞു പോകുമ്പോ അവള് ചോദിക്കും, എന്താ എന്നെ വിളിക്കാൻ? ശ്രീകുട്ടനോട് പറഞ്ഞ എന്നെയും വിളിക്കായിരുന്നില്ലേ? സത്യമാണ്, ഞാൻ വിളിച്ചേനെ. അപ്പോ ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നത്, ഞാൻ അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നല്ലോ. അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോ ആണ് 2020 എന്ന് പറയുന്ന സിനിമ. അതെ. ആ ഈ 2020 എന്ന് പറയുന്ന സിനിമ വന്നപ്പോ ഈ ലാലിനെയും മമ്മൂട്ടിനെയൊക്കെ സിനിമയിലേക്ക് വന്ന് ഇവരെ ഷൂട്ട് ചെയ്യാൻ വലിയ പ്രയാസമാണ്. അപ്പം ഞാനൊരു നമ്പർ ചെയ്യും. ഞാൻ മമ്മൂട്ടിയോട് വിളിച്ച് പറയും, മമ്മൂട്ടി, നീ ചെന്നില്ലെങ്കിൽ ആ ചെക്കൻ അവിടെ നല്ല കാച്ചു സ്ക്രീനിൽ വരുമ്പോൾ പിന്നെ നിനക്ക് റോളില്ല എന്ന് പറയരുത്. അങ്ങനെ തന്നെ ഞാൻ പോയി ലാലിനോടും പറയും, ലാലേ നീ കേൾക്കണം, അവിടെ മമ്മൂട്ടി തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കട്ട, നീ ഇവിടെ നിന്ന. അങ്ങനെ അവർ മത്സരിച്ച് അഭിനയിച്ചു. ആ പണം വലിയ ഹിറ്റായി. എന്തായാലും ഈ പറയാം നേടാം പണം നേടാം എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ എന്നെ വിളിച്ചതിൽ വളരെയധികം സന്തോഷം. ശ്രീകുട്ടനും അതുപോലെ തന്നെ അമൃത ടിവിക്കും എല്ലാവിധ ഭാവുങ്ങളും നേരുന്നു. ഇത് ശരിക്ക് ഞാൻ ഈയിടെ കുറെ ഇന്നസെന്റ് ആയിട്ട് പല വേദികളും പങ്കുവച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്ന പോലെ തന്നെ ഉണ്ട്. പിന്നെ എനിക്കിട്ടൊരു പണി തന്നു. കാരണം അദ്ദേഹം ഒരു കഥ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, അത് എനിക്കിട്ടൊരു പണിയായി, വല്ലാത്തൊരു പണിയായി. അത് ഞാൻ പറയാം. ഇപ്പൊ ഇന്നസെന്റിനെ കാണിച്ചു, വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റുമായിട്ട് എനിക്ക് പിന്നെ ഏറ്റവും നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നത് കൊച്ചിൻ ഹനീഫയ്ക്കാണ്. ഒന്ന് അനുകരിക്കാൻ പറ്റുമോ? പിള്ളേർ ചതച്ച് പറയാൻ നേടാവുന്ന പരിപാടിക്ക് വന്നിട്ടേ പണം കിട്ടിയില്ല, ഉത്തരം കിട്ടിയില്ലെന്ന്. മുന്നിലിരിക്കുന്നത് ആരാണ്? ശ്രീകുട്ടൻ. ചിരിച്ച് എന്റെ ഉത്തരൊക്കെ കളഞ്ഞു. അല്ലാതെ പിന്നെ സ്പോട്ട് ഇംപ്രവൈസേഷൻ ആണല്ലേ. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പൊ ഒരു സിനിമയിലെ ഡയലോഗ് പറയുന്നതിനെക്കാട്ടില് അതായത് ഈ പറയാം നേടാമായിട്ട് കണക്ട് ചെയ്തിട്ട് ജോഷി കലക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു. 1 2 3 4. തനക്കും തന്നെ തനക്കും തന്നെ തനക്കും തന്നെ താനാ, തനക്കും തന്നെ താനാ, തനക്കും തന്നെ തനക്കും തന്നെ തനക്കും തന്നെ താനാ, തനക്കും തന്നെ താനാ. വന്നുവല്ലോ കേരളത്തിൽ കോവിഡ് എന്നൊരു രോഗം, മാസ്ക് വെച്ചും കൈ കഴുകിയും പിടിച്ചു നിൽക്കണ കാലം. ലോക്ക്ഡൌണിൽ അടിപൊളിയായി വീട്ടിൽ തന്നെ കൂടി, ആഴ്ച തോറും ഹർത്താലുള്ള
ഉള്ള നാട്ടിലെന്ത് ലോക്ക്ഡൗൺ, നാട്ടിലെന്ത് ലോക്ക്ഡൗൺ. പാർട്ടിക്കാര് വാശിയോടെ കൊടിയെടുത്ത് കെട്ടി, കൊടിയെടുത്ത് കെട്ടി. തെക്കു തൊട്ട് വടക്കു വരെ യാത്രയോട് യാത്ര, യാത്രയോട് യാത്ര. മറ്റേ യാത്ര മറിച്ച യാത്ര, വോട്ടിനുള്ള സൂത്രം, വോട്ടിനുള്ള സൂത്രം. മാസ്കുമില്ല കേക്കുമില്ല, പാർട്ടിക്കെന്തു നിയമം, പാർട്ടിക്കെന്ത് നിയമം. നാടിനെന്തു പറ്റിയാലും വോട്ട് കയ്യിൽ ഭദ്രം, വോട്ട് കയ്യിൽ ഭദ്രം. ആ നാട്ടിനെന്തു പറ്റിയാലും വോട്ടു കയ്യിൽ ഭദ്രം, വോട്ട് കയ്യിൽ ഭദ്രം. ആ തനക്ക് തിന്നെ തനക്ക് തിന്നെ തനക്ക് തിന്നെ താനാ, തനക്ക് തിന്നെ താനാ, തനക്ക് തിന്നെ തനക്ക് തിന്നെ തനക്ക് തിന്നെ താനാ, തനക്ക് തിന്നെ താനാ. ഇന്നലെയുള്ള എപ്പിസോഡിൽ ഇന്നച്ചനും പിന്നെ ആ നാടൻ പാട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് വിളിച്ചു, നല്ല അഭിപ്രായം പറഞ്ഞു. ജെന്യൂൻ ആർട്ടിസ്റ്റ്. താങ്ക് യു. അപ്പൊ ഇന്ന് അടുത്ത സെഗ്മെന്റ് ആണ് സവാരി ഗിരിഗിരി. കേറിയാലോ? സവാരി ഗിരിഗിരി. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി ഇന്നലെ. അതായത് കുടുംബത്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. കുടുംബം സന്തുഷ്ട കുടുംബം, ഭാര്യ, 2 മക്കള്, പിന്നെ എൻ്റെ കൂടെ എൻ്റെ അമ്മയും പിന്നെ വൈഫിൻ്റെ അമ്മയും ഉണ്ട്. അപ്പച്ചൻ എന്നിൽ നിന്നും വിട്ടുപോയി, ആഗസ്റ്റ് മാസമാണ് വിട്ടുപോയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെറുപ്പത്തിലെ നമ്മളെ നല്ല പ്രോത്സാഹനം നൽകിയതാണ് അപ്പച്ചൻ. അപ്പച്ചനെ ഈ നിമിഷത്തിൽ ഞാൻ ഇവിടെ സ്മരിക്കുകയാണ്. പണ്ട് നാടകം കളിച്ചിരുന്ന ആളാണ് അപ്പച്ചൻ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുന്നതിനൊക്കെ കുറിച്ച് മിമിക്രിക്കൊക്കെ പോകുമ്പോൾ അപ്പച്ചൻ ഹോമിയോ ഡോക്ടറായിരുന്നു. അതിങ്ങനെ ഇവിടെ വരെ എത്തി, നമ്മളിങ്ങനെ ഇത് ചെയ്യുന്നു. വളരെ സന്തോഷം. ഭാര്യ ബെൻസി, ആള് സഹൃദയ അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ അവിടെ വർക്ക് ചെയ്യുന്നു. മോൻ ആൽഫ്രഡ് ക്രൈസ്റ്റ് വിദ്യാനികേതനിൽ പഠിക്കുന്നു. മോള് ഇസബൽ, ആള് LF-ൽ നല്ല പേരാണ്. നല്ല സന്തുഷ്ടമായിട്ട് പോകുന്നു, നല്ല രസകരമായിട്ട് പോകുന്നു. ജോഷി അതിനെല്ലാം ശേഷം മറ്റൊരു എൻട്രി വന്നു, സിനിമാല. അതായത് ഞാൻ വന്ന എൻട്രികളൊക്കെ വളരെ കറക്റ്റായിരുന്നു. ആദ്യം മിമിക്രിയുടെ ഒരു ഈറ്റില്ലം എന്ന് പറയുന്ന കലാഭവൻ, കാസറ്റ് രംഗത്തെ ഏറ്റവും നല്ല സൃഷ്ടികളെന്ന് പറയുന്ന ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം, TV-യിലെ ഷോസിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന സിനിമാല, ഡയാന സിൽവസ്റ്റാൽ സംവിധാനം ചെയ്ത സിനിമാല എന്ന് പറയുന്ന പ്രോഗ്രാം. അതിൽ എനിക്ക് തോന്നുന്നത് 1001 എപ്പിസോഡ് വരെ അതുണ്ടായിരുന്നു. ആ ലാസ്റ്റത്തെ ഇതിലൊക്കെ ഞങ്ങളുണ്ടായിരുന്നു. കാരണം അന്ന് ജനങ്ങൾ കാണാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രോഗ്രാമാണ് സിനിമാല. ആക്ഷേപഹാസ്യം വളരെ അർത്ഥവത്തായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും അതിനെ വളരെ ആക്ഷേപത്തോടെ കാണുന്ന ഒരു പ്രോഗ്രാമായിരുന്നു സിനിമാല. ജനങ്ങൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ആ സിനിമാലയുടെ ബേസ് ചെയ്തിട്ട് തന്നെ ഇഷ്ടം പോലെ ഷോസ് ചെയ്തിട്ടുണ്ട്. അത് വിദേശത്തും നമ്മുടെ നാട്ടിലും ഒക്കെ ഷോ ചെയ്തിട്ടുണ്ട്. പറയാൻ കാര്യം പുരോഹിതെന്ന് പറയാൻ കാരണം, അല്ലെങ്കിലും എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ആ ടൈമില്, അല്ലെങ്കിൽ ആ വേളയില്, അല്ലെങ്കിൽ ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു പ്രചോദനം, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു ഉൾപ്പിളക്കം, അല്ലെങ്കിൽ ഒരു സ്പന്ദനം, അതല്ലേ കുട്ടികളെ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. ഇങ്ങനെയുള്ള അച്ഛന്മാരൊക്കെ ഇതുണ്ടായിരുന്നു. സത്യത്തിൽ ഞങ്ങളത് മിമിക്രിയിൽ ഉണ്ടാക്കിയതാണ്. അങ്ങനെ അച്ഛന്മാരൊന്നുമില്ല സാധാരണ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുരേഷ് ഗോപി അങ്ങനെ പുരോഹിതനല്ല, പക്ഷെ അടിപൊളി പുരോഹിതനാണ്. ആണല്ലേ? പുരോഹിതൻ. ഉത്തരം ശരിയാണ്. ഇന്നസെന്റ് ഏട്ടനെ ഞങ്ങൾ ഒരു ഷോയ്ക്ക് ഇരുന്നപ്പോഴേ, ഇന്നസെന്റ് ഏട്ടനായിട്ട് ഇരുന്നപ്പം പുള്ളി പറഞ്ഞു ഇതുപോലെ ഈ ശ്രീകുട്ടനെ പറ്റി ഞാൻ ഒരു കാര്യം പറയാൻ തോന്നുന്നു. ഞാൻ വിചാരിച്ചു എന്താണ്, ചിലപ്പോൾ ശരിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ഗാനമേളയ്ക്ക് 2 പാട്ടുകാർ, ഒന്ന് ഞാനും ഒന്ന് വേറൊരു വലിയ പ്രശസ്ത ഗായകനും. ഇങ്ങനെ ഗാനമേള ഇങ്ങനെ അടിച്ചു പൊളിച്ചു പോകുന്നു. അപ്പോൾ പണ്ട് ഈ തുണ്ട് കൊണ്ട് കൊടുക്കുമല്ലോ ഇന്ന പാട്ടെന്ന്. അപ്പോൾ ഈ വലിയ പ്രശസ്ത ഗായകൻ്റെ അടുത്ത് തുണ്ട് കൊണ്ട് കൊടുത്തപ്പോൾ പുള്ളി ഇതൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇതൊന്നും പാടാൻ എനിക്ക് വയ്യ, ഞാൻ കുറച്ച് പാട്ടുകൾ പഠിച്ചിട്ട് വന്നിട്ടുണ്ട്, അത് പാടും, നിങ്ങൾക്ക് വേണേ കേൾക്കുക. അപ്പോൾ എല്ലാവരും മിണ്ടാതിരുന്ന് കേട്ടോണ്ടിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഊഴമായപ്പോഴത്തേക്ക് ഞാൻ പാടിയപ്പോഴത്തേക്ക് ശ്രീകുട്ടൻ പാടിയപ്പോഴത്തേക്ക് ഇന്നസെൻ്റ് ആയിട്ട് അങ്ങനെ പറഞ്ഞു, ശ്രീകുട്ടൻ പാടിയപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ തുണ്ടുകളുമായിട്ട് എന്ന് പുള്ളി തുണ്ടെല്ലാം വാങ്ങിച്ചിട്ട് കംപ്ലീറ്റ് നോക്കിയിട്ട് വന്നു ഞാൻ പാടാൻ വെച്ചിരുന്ന പാട്ടുകളൊക്കെയാണ് ഇതിനകത്ത് നിങ്ങൾ എഴുതി തന്നിരിക്കുന്നത്. പൊൻവീണെ, അതുപോലെ തന്നെ സൂര്യകിരീടം, ഞാൻ പാടാം
എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് പാടി ജനം ഭയങ്കര സന്തോഷം. അപ്പോൾ ഇന്നസെൻ്റ് ചേട്ടൻ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ പേപ്പറെല്ലാം കൂടെ എൻ്റെ പോക്കറ്റിൽ നിന്നെടുത്ത് നോക്കിയിട്ട് പറഞ്ഞ്, അവൻ പറഞ്ഞ പാട്ടുകളേ അല്ല ആ തുണ്ടിൽ വേറെയാണെന്ന്, പക്ഷേ ജനത്തിന് കയ്യിലെടുക്കാൻ പറ്റി. അതെ അതെ അതെ, അതുകൊണ്ട് ഇവനെ സൂക്ഷിക്കണമെന്ന്. സത്യം. അത് ശരിയാ. പിന്നെ അപ്പം ചിലപ്പോൾ വേറെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയാ, ഇന്നസെൻ്റ് ഏട്ടൻ ആയതുകൊണ്ട് ചിലപ്പോൾ പറയാ, ഇങ്ങനെ പറക്കിയെടുത്താലും ചിലപ്പോൾ പറയും, പണ്ടേ തുണ്ടിനോട് ഇത്തിരി ഇഷ്ടമുള്ള ആളെ ശ്രീകുട്ടൻ. അതും പറയാം. സിനിമ എത്രണ്ണം? ഞാൻ സിനിമ ആദ്യം ചെയ്ത് ഭഗവതിപുരാണെങ്കിലും എൻ്റെ നല്ലൊരു സിനിമ എന്ന് പറയുന്നത് സൂസു സുദ്യോആത്മിക. അത് മുകേഷനും ജയസൂര്യയൊക്കെ അഭിനയിച്ച നല്ലൊരു ഫിലിം. അതിൽ ഞാൻ മുകേഷന്റെ ഡ്രൈവറായിട്ടാണ് ഞാൻ ഓടിക്കുന്നത്. അപ്പൊ ഈ ഡ്രൈവർ എന്ന് പറയുന്നത് വലിയ റിസ്ക് പിടിച്ച പണിയാണ്. കാരണം വണ്ടി അങ്ങോട്ട് മാറ്റുക ഇങ്ങോട്ട് മാറ്റില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും ബുദ്ധിമുട്ടി. കാരണം ഈ വണ്ടി ഓടിക്കുന്ന ഒരു കഥ എൻ്റെ പണ്ടത്തെ ഒരു കഥയുണ്ട്. കാരണം എൻ്റെ ചേട്ടൻ ചെന്നൈയിൽ നിന്ന് പണ്ടൊരു MSL കാറ് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പം ഞാൻ അതും ഇങ്ങനെ ഉരുട്ടിപ്പടിക്കുന്ന കാലമാണ്. അപ്പം എൻ്റെ റോട്ടിൽ കൂടെ ഒരു ചെറിയ ഒരു വാഹനം, അതായത് ചെറിയൊരു ബസ് പോകുന്നുണ്ട്. അപ്പം ഈ ബസ്സിൻ്റെ ടൈം നോക്കിയിട്ടാണ് ഞാൻ ഈ കാർ എടുക്കുള്ളൂ. കാരണം ആ ബസ്സിന് സൈഡ് കൊടുക്കേണ്ടതും ആ പേടി കൊണ്ടാണ് ഞാൻ വണ്ടി എടുക്കാറ്. അപ്പം ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓടിച്ചു പോകും. അങ്ങനെ ഒരു ദിവസം ഞാൻ കാർ എടുത്ത് ഞാൻ ഞങ്ങളുടെ KC മൂല എന്ന് പറഞ്ഞൊരു മൂലയുണ്ട്, ആ മൂലയിലേക്ക് ഞാൻ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരലും പെട്ടെന്ന് സമയം മാറി ഈ ബസ് അങ്ങോട്ട് ശരിക്കും വളഞ്ഞങ്ങോട്ട് നിന്നു. ഒരു ചെറിയൊരു കയറ്റമാണ്. ഞാൻ എൻ്റെ വണ്ടി അവിടെ ചവിട്ടി നിർത്തി. പിന്നെ എത്ര ഇത് ചെയ്തിട്ടും എനിക്ക് വണ്ടി അങ്ങോട്ട് മുന്നോട്ട് എടുക്കാൻ പറ്റുന്നില്ല, ഒരു രക്ഷയില്ല. അപ്പോൾ വീട്ടിൽ അവിടുന്ന് ബസ്സിലെ ആൾക്കാരൊക്കെ വിളിച്ച് പറഞ്ഞു, എടുത്തോണ്ട് പോടോ, എന്തൊട്ട് തേങ്ങടോ കൊണ്ടെടുക്കണത്. ഞാൻ എന്ത് ചെയ്തു, ആ ചാവി അതുമ്മ വെച്ചിട്ട് ഡോറ് തുറന്ന് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. ബസ്സിലെ ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് എൻ്റെ വണ്ടി മാറ്റിയിട്ടു. അപ്പം ഞാൻ അവിടെ നിന്ന് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് നോക്കുക വണ്ടി എന്തിട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ ആ ഡ്രൈവർ വണ്ടി എടുത്ത് മാറ്റിയിട്ടതിന് ശേഷമാണ് ബസ് പോയി. പിന്നെ ഞാൻ വണ്ടി എടുത്ത് കൊണ്ടത്. അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ ആ സൂസു സുധിയിൽ ഈ ഇന്നോവ ഓടിക്കുന്നത്. അപ്പോൾ എൻ്റെ ടെൻഷൻ കണ്ടപ്പോൾ മുകേഷ് ഏട്ടൻ പറയാം, ജോഷി ഒരു കാര്യം ചെയ്യ്, ടെൻഷനാണെങ്കിൽ ഞാൻ സെക്കൻഡ് ഗിയർ ഇട്ട് വയ്ക്കുക, പിന്നെ ഫസ്റ്റ് ഗിയർ ഇടേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ശരിക്കും എന്നെ അന്ന് കൊല വിളിച്ചിട്ടുണ്ട് അതിൽ. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ രഞ്ജിത്ത് സാറ് ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും എന്നെ പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ വീണ്ടും വിജയരാഘവൻ സാറിൻ്റെ ഡ്രൈവറായിട്ട് വിളിച്ചു. അപ്പം ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. എൻ്റെ പൊന്നു സാറ് എന്താണ് എന്നെ വീണ്ടും ഈ ഡ്രൈവറായിട്ട് വിളിക്കുന്നത്? ഞാനിങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. കാരണം ഒരു കഥ മുഴുവൻ, ആ ഒരു റൗണ്ട് മുഴുവൻ ഈ വണ്ടിയിലിട്ട് നടക്കണം. പറഞ്ഞ് സാറേ ഇത് വല്ലാത്ത കഷ്ടമാണ് കേട്ടോ എന്ന് പറഞ്ഞു. ജോഷിക്ക് പറ്റില്ല, എനിക്ക് സത്യം പറഞ്ഞത് പറ്റില്ല കേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ആ വണ്ടി ആട്ടിയിട്ടാണ് ആ സീൻ എടുത്തത്. എൻ്റെ എല്ലാം ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് ഒരു വെച്ചിട്ട് ഷോട്ട് എടുത്തു. അപ്പൊ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാല്. ഇപ്പോഴും വണ്ടി ഓടിക്കാൻ പേടി? ഇപ്പൊ വണ്ടി ഞാൻ ഓടിക്കും. ഇപ്പൊ വരുന്ന വേഷവും ഇല്ല. ഇപ്പൊ അതായത് വണ്ടി ഓടിക്കാൻ പഠിച്ചപ്പോ ആ വേഷം വരുന്നില്ല. അതാണ് വണ്ടി, കള്ളവണ്ടി ആയിരിക്കും. അതിന് ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഈ അവസരത്തിൽ നമ്മുടെ ഇരിഞ്ഞാലക്കുടക്കാരൻ ഷിൻഡോനെ ഞാൻ ഓർക്കുകയാണ് ഈ സമയത്ത്. കാരണം അങ്ങനെ ഒരു വേഷം എനിക്ക് വിളിച്ചു തന്നില്ല. അതെ. അല്ല, ഈ ജനാർദ്ദൻ ചേട്ടൻ്റെ എന്തെങ്കിലും ഒരു ഡയലോഗ്? ഞാനങ്ങനെ ശരിക്കും ജനാർദ്ദൻ്റെ ഞാൻ അങ്ങനെ അനുകരിക്കാറില്ല. പക്ഷെ ഇവിടെ ഇരുന്നപ്പോൾ ഞാനങ്ങനെ ഇത് ചെയ്തത് മാത്രമാണ്. കാരണം ഓ നീ തങ്കപ്പനല്ലടാ പൊന്നപ്പൻ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള. അതെ ഞാനങ്ങനെ അത് പറഞ്ഞ് ഇത് ചെയ്തിട്ടില്ല. കറക്റ്റ് ആയിരുന്നു. ഈ സ്റ്റേജിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതുപോലെ അറിഞ്ഞൂടാതെ ചെയ്തെന്തെങ്കിലും? അതെ ഞാന് പണ്ട് ഈ ഡൂപ്പുകളുടെ ഒരു കാലം ഉണ്ടായിരുന്നു. ഡൂപ്പുകൾ തുടങ്ങിയത് തോന്നുന്നു ജഗപൊക എന്ന് പറഞ്ഞാണ് ഡൂപ്പുകൾ തുടങ്ങിയത്. ആ ജഗപൊകയിൽ ഞാൻ ജഗദീഷിന്റെ വേഷം ചെയ്തിട്ടുണ്ട് കേട്ടോ. ജഗദീഷായിട്ട് ഞാനാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റേജിൻ്റെ ബാക്കിൽ അന്ന് ഫിഗർ ചെയ്യാൻ ഓരോരോ ആൾക്കാർ ഉണ്ടാവും. അന്ന് എനിക്ക് തോന്നുന്നത് ദിലീപേട്ടൻ സ്റ്റാറായിട്ട് വരുന്ന സമയമാണ്. അപ്പോൾ സല്ലാപം എന്ന സിനിമയിലൂടെ പ്രസിദ്ധനായിട്ടുള്ള മിമിക്രിയിലൂടെ കടന്നു വന്നിട്ടുള്ള താരം ദിലീപ് എന്ന് പറയുമ്പോൾ ദിലീപിൻ്റെ ഡൂപ്പായിട്ട് വരും. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം ഫ്രണ്ടിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഡൂപ്പായി നിൽക്കുന്ന ഇന്നത്തെ പ്രശസ്തനായിട്ടുള്ള ഒരു താരമുണ്ട്. അപ്പോൾ ആളവിടെ പഴമൊക്കെ വെട്ടി വെച്ചേക്കാണ്. ഒരു പഴം വെട്ടി വെച്ചിട്ട് അത് ആ ദിലീപ് എന്ന് പറഞ്ഞ വെച്ചാൽ ആ വായിൽ വെച്ച് കവളൊക്കെ നിർത്തി വീർപ്പിച്ചിട്ട് സ്റ്റേജിലേക്ക് ചെല്ലും. പ്രോഗ്രാം അവിടുത്തെ ഫ്രണ്ടിലത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ആ സ്കിറ്റ് കഴിഞ്ഞിട്ട്
ബാക്കിലേക്ക് വന്നപ്പോൾ ഒരു ആർട്ടിസ്റ്റ് നോക്കിയപ്പോൾ ഒരു പഴം അവിടെ ഇരിക്കുന്നു. അതെടുത്ത് അവൻ തിന്നു. അപ്പോഴാണ് അവിടെ അനൗൺസ് ചെയ്യുന്നത് അടുത്തതായിട്ട് ഫിഗർ ഷോയാണ്. ഫിഗറിൽ സല്ലാപം എന്ന സിനിമയിലൂടെ നിങ്ങൾക്ക് സുപരിചിതനായിട്ടുള്ള ദിലീപ് എന്ന് പറയുമ്പോൾ ഇവൻ ഓടി നടക്കാൻ എവിടെ എവിടെ എവിടെ. അപ്പൊ ആൾക്കാർ കേൾക്കണത് ഫിഗർ വരുന്നില്ല, സാധനം കേൾക്കണത് എടാ എന്റെ പഴം പഴം. ഓ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്. അയ്യോ അത് പഴവും പപ്പടമൊക്കെ വെച്ചത് ഇന്ന്. കാരണം ഞാൻ സാധാരണ അങ്ങനെ ഫിഗർ ചെയ്യാറില്ല, പക്ഷെ ഇന്ന് പ്രസിദ്ധമായിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആള് ഇപ്പം അടിപൊളിയാട്ടോ. അത് എന്നാലും ആ മനസ്സിൽ ആ ഡയലോഗ് പോയില്ല, എന്റെ പഴം. അപ്പൊ എന്റെ പഴം എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായി, പ്രശസ്തനായ ആള് മനസ്സിലായി. മറ്റാരുമല്ല, സുധി കുട്ടി. അദ്ദേഹമാണല്ലോ ഏറ്റവും ദിലീപിന്റെ എന്താണ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതെ 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 അതെ. എന്തോ പറയാൻ വന്നല്ലോ. അല്ല ഞാനിതേ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പൊ ഞാനിത് ഇങ്ങനെ പറഞ്ഞപ്പോഴേ കുലശേഖരം എന്നൊക്കെ പറയാൻ ഇങ്ങനെ പറയുമ്പോൾ രസകരമായിട്ട് തോന്നുന്ന ഒരു ആർട്ടിസ്റ്റാണ് ലാലു ലക്സ്. അപ്പൊ ഇങ്ങനെ ചേട്ടൻ ചോദിക്കണ മാതിരി തന്നെ ഇത് ഞാനങ്ങ് എടുത്തൊക്കെ പൂട്ടുക മോനെ. കുലശേഖരപുരം പറയാൻ നേടാം പണം നേടാം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എനിക്ക് ചീക്കുട്ടിനെ പോലെ ചിരിക്കാൻ അറിയത്തില്ല. അത് അങ്ങനെ വളരെ ഇങ്ങനെ സ്പഷ്ടമായിട്ട് പറയുള്ളൂ. അത് ഇങ്ങനെ അക്ഷരങ്ങളൊക്കെ എടുത്തെടുത്ത് പറയുള്ളൂ. ജോഷി എന്നാ പിടിച്ച ഒരു ചോദ്യം. ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങുന്നു. ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങുന്നു, പിന്നെ അത് മലയാളത്തിൽ ലാൻഡ് ചെയ്യുന്നു. പിന്നെ മലയാളത്തിൽ ലാൻഡ് ചെയ്യുന്നു. പിന്നെ ഹിന്ദിയിലോട്ട് ഒരു ടേക്ക് ഓഫ് ആണ് അങ്ങോട്ട്. അത് ശരി. എന്താണത്? അത് ആ വാക്കെന്താണ്? ആ വാക്ക് ഇംഗ്ലീഷിൽ തുടങ്ങി മലയാളത്തിൽ ലാൻഡ് ചെയ്ത് ഇന്ത്യയിൽ കയറി പറന്നൊരു പോക്കാണ് കുറെ കാലം. എന്താണ് ആ സംഭവം? ആ വേർഡ് എന്താണ്? എനിക്കറിയത്തില്ല. അറിയില്ല? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങളൊക്കെ അനുഭവിച്ചാണ്. ആണോ? അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചാണെങ്കിൽ ചിലപ്പോ കഷ്ടപ്പാടാണോ? അല്ല, കഷ്ടപ്പാടല്ല. എനിക്കറിയില്ല ഏട്ടാ. ഇതൊരു ഞമ്ഞമ്മാണ്. ഞമ്ഞമ്മാണ്. പുട്ടാണോ? ആ കാറ്റഗറിയിലൊക്കെ വരും. പുട്ടും മുട്ടയും. പുട്ടും മുട്ടയും കടലയോ കഴിക്കാനുള്ളത്. അതെ അല്ലേ? ഞാൻ രണ്ടാമത് പറഞ്ഞു നിങ്ങളൊക്കെ അനുഭവിച്ചാണെന്ന് പറഞ്ഞു, എന്നിട്ടും പോകുന്നില്ല. ഇല്ല എങ്കിൽ ഞാൻ പറയാം. ഇംഗ്ലീഷ് വി, മലയാളം വാ, ഹിന്ദി ഹം. വിവാഹം. എന്തിനാ എന്നിങ്ങനെ വെറുതെ പേടിപ്പിക്കണേ? ദൈവമേ, അത് വീണ്ടും പറഞ്ഞ് എന്നെ നീ എന്തിനു പേടിപ്പിക്കണേ? എന്തായാലും അടിപൊളി ക്ലൂ കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു. നല്ലൊരു കുസൃതി ഉണ്ടായില്ല. പക്ഷെ ഇത് എല്ലാവരും പറയില്ല, കാരണം അത്രയും പേടിപ്പെടുത്തുന്ന ഒരു വാക്കാണ്. റെഡി? ഓക്കെ. പക്ഷെ മുഖത്തൊരു ചെറിയൊരു ടെൻഷൻ. എനിക്ക് അങ്ങനെ ക്ലൂ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു ക്യാരക്ടർ കാണിക്കുക. അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എന്താണ് മനസ്സിനൊരു അയവ് കിട്ടുമല്ലോ. ടെൻഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് അല്ലേ? സാധാരണ എഴുതിയിൽ ഈ കുട്ടികൾ പാടാനൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ പറയും മോളെ വളരെ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കും, എന്നാലേ പാടാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ ഒരു ക്യാരക്ടർ. അപ്പം എനിക്ക് തോന്നുന്നത് കേരളത്തിൽ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ആക്ഷേപങ്ങളില്ലാത്ത അല്ല അങ്ങനെ പക്ഷെ ഒന്നും അനുഭവിച്ചിട്ടില്ലാത്തൊരു പാവ മനുഷ്യന്റെ ശബ്ദം. മനസ്സിലായി എനിക്ക്. സത്യത്തിൽ ചിരുക്കുട്ടൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, എൻ്റെ ജനസമ്പർക്ക പരിപാടി പോലെ തന്നെ അത്രയും പ്രേക്ഷകരുള്ളൊരു പരിപാടിയാണ് പറയാം നേടാം പണം നേടാം എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം. ഞാൻ എൻ്റെ വീട്ടിലിരുന്നത് കാണുമ്പോൾ ഞാൻ കൂടുതലും ശ്രദ്ധിക്കുന്നത് തന്നെ ഈ ചിരിക്കുട്ടൻ്റെ ഈ ഇട്ടിരിക്കുന്ന ഈ കോസ്റ്റ്യൂംസിനെ കുറിച്ച്. അത് കണ്ണിന് അത്രയുമധികം ബിംബമുണ്ടാക്കുന്ന ഒരു ഡ്രസ് സെൻസ് തന്നെ ചിരിക്കുട്ടനുണ്ട്. ഒത്തിരി സന്തോഷം ഈ ഫ്ലോറിൽ വന്ന് ഈ ഒരു കാര്യം തുറന്നു പറയാൻ സാധിച്ചതിൽ. ഒത്തിരി
നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. സൂപ്പർ 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 സൂപ്പർ